ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വലിയങ്ങാടിയിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. വലിയങ്ങാടിയിലെ അപകടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വലിയങ്ങാടിയിലെ അപകടം കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന് ശിവസേന. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ കോഴിക്കോട് നഗരത്തിലെ കെട്ടിടങ്ങളുടെ ഘടനാപരമായ സുസ്ഥിരതയെക്കുറിച്ച് ഗൗരവമായി കോർപ്പറേഷൻ പരിശോധിക്കേണ്ടതുണ്ടെന്ന് അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഇക്കാര്യം മേയറുമായി സംസാരിച്ചിട്ടുണ്ട്. പരിശോധനകൾ ആരംഭിച്ചു എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കർശനമായ നിലപാടാണ് മേയറും ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ അനുവദിക്കില്ല. എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട കാര്യമാണിത്. നിയമം നടപ്പിലാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കണം. തദ്ദേശ മന്ത്രി MP രാജേഷുമായി ഇക്കാര്യം സംസാരിച്ചെന്നും കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചിട്ടുണ്ടോ, പരിശോധിച്ചതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടച്ചിട്ടുണ്ടോ, അതൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അത്തരം നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. അതോടൊപ്പം നിലവിൽ കോഴിക്കോട് നഗരത്തിൽ കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഗൗരവമായി കോർപ്പറേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. അത് മേയറോട് സംസാരിച്ചിട്ടുണ്ട്. മേയർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ച ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതെല്ലാവരും ചേർന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ചേർന്ന് നിൽക്കണം. കുറ്റക്കാരാരാണോ അവർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നിലപാട് സ്വീകരിക്കണം. എന്നാൽ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നിയമം നടപ്പിലാക്കണം. നിയമം നടപ്പിലാക്കാൻ വിട്ടുവീഴ്ച ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മനുഷ്യന്റെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വലിയങ്ങാടിയിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപയും കുടുംബാംഗത്തിന് ജോലിയും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയും പ്രഖ്യാപിക്കും വരെ കൌൺസിൽ യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രവീൺ. UDFന്റെ സമര മാർച്ചാണ് കടന്നു വരുന്നത്. ഇന്നലെ നമ്മുടെ നാല് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികളുടെ മുഖത്തേക്ക് കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ UDF നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മേയർ ഭവനിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ച് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. മരിച്ചവരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലിയും പരിക്കേറ്റവർക്ക് ആവശ്യമായ സൗജന്യ ചികിത്സയും പ്രഖ്യാപിക്കും വരെ
കോർപ്പറേഷൻ കൌൺസിൽ യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രവീൺ കുമാർ പറഞ്ഞു. ദുരന്തഭൂമി സന്ദർശിക്കാതെ മന്ത്രി റിയാസ് തിരുവനന്തപുരത്ത് ആഘോഷത്തിലാണെന്ന് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് മുൻ MLA PV അൻവർ കുറ്റപ്പെടുത്തി. UDF കൌൺസിലർമാരും UDFന്റെ വിവിധ കക്ഷി നേതാക്കളും ഉൾപ്പെടെ 100ഓളം പേർ നൈറ്റ് മാർച്ചിൽ അണിനിരന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ തള്ളിയിട്ട് മേയർ ഭവനിലേക്ക് കയറുമ്പോഴേക്കും നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. മേയർ ഈ സമയം തടമ്പാട്ട് താഴത്തുള്ള സ്വന്തം വീട്ടിലായിരുന്നു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോർപ്പറേഷൻ അനാസ്ഥ കൊണ്ട് പാവപ്പെട്ട 4 ജീവൻ. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വലിയങ്ങാടിയിലെ അപകടത്തിൽ 4 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്കും കളക്ടർക്കും നോട്ടീസ് അയച്ചതായി ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് പറഞ്ഞു. വലിയങ്ങാടിയിൽ അപകടമുണ്ടായ സ്ഥലം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് സന്ദർശിച്ചു. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കാലഹരണപ്പെട്ട അറ്റകുറ്റപ്പണി ആവശ്യമായ കെട്ടിടങ്ങളുടെ കണക്ക് 3 ആഴ്ചയ്ക്കകം നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു എന്ന കാര്യം കോർപ്പറേഷന് അറിയാമായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും എന്നിട്ടും ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും കളക്ടറുടെയും റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടികളെടുക്കും. ദുരന്തത്തിന് ഇരയായ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സോമോട്ടോ കേസെടുത്തിട്ട് നമ്മൾ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലാ കളക്ടറോടും. ഇതുപോലെ കോഴിക്കോട് നഗരത്തിനുള്ളിൽ എത്ര ബിൽഡിങ്ങുകൾ അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്, കാലപ്പഴക്കം കൊണ്ട് അപകടമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതിൻ്റെ മേലെടുത്തുള്ള നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നടപടിയെടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടോ, അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ, അശ്രദ്ധ ഉണ്ട് എങ്കിൽ അത് നിയമപരമായി ഒഫൻസാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ ഒരവസ്ഥയാണ്. 4 മനുഷ്യജീവൻ, അതും തൊഴിലാളികൾ അവർ വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കും. ശരിക്കും ഇങ്ങനെയുള്ള ഒരു അപകടാവസ്ഥയിലുള്ള ബിൽഡിങ്ങിന്റെ ഭാഗം സീൽ ചെയ്ത് അവിടേക്ക് മനുഷ്യർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത നടപടികളൊക്കെ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതാണ്. ഇതിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആ അനാസ്ഥ ഇനി ഒരു ജീവൻ പൊലിയാൻ ഇട ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപകടമുണ്ടായ സ്ഥലത്തുണ്ടായിരുന്ന കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KN ബിജോയ്, റവന്യൂ ഓഫീസർ P സോമശേഖരൻ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അപകടമുണ്ടായ കെട്ടിടത്തിൽ ഗോഡൌൺ നടത്തിയിരുന്ന ഗാമ ട്രേഡേഴ്സ് ഉടമ അബ്ദുൾ ഗഫൂറിൽ നിന്നും അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രശസ്തമായ നിലമ്പൂർ വയലാശ്ശേരി പൂരം 2026 മാർച്ച് 4 ബുധനാഴ്ച കുറുത്തിക്കോട്ടയിൽ ശ്രീ കാളിമുത്തപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം. 2026 ഫെബ്രുവരി 25 ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി 26 മാർച്ച് 3 മാർച്ച് 4 ആറാട്ടോടുകൂടി അവസാനിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാർച്ച് 3 മൂലസ്ഥാനത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത്. മാർച്ച് 4 പൊങ്കാല, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കുടവരവ്. പകൽപൂരം, പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സ്. പ്രശസ്ത നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടി നയിക്കുന്ന ഉറവ് 2026 നാടൻപാട്ട്. മുളയങ്കാവ് അരവിന്ദ് ആൻഡ് പാർട്ടി നയിക്കുന്ന തായമ്പക, ആറാട്ട്, ഗുരുതിയാട്ടം തുടങ്ങി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും സാന്നിധ്യവും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും.
രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടം കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന് ശിവസേന. കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട അനധികൃത നിർമ്മാണങ്ങളുടെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനെ കുറിച്ച് പരിശോധിക്കാൻ സർവകക്ഷി കമ്മിറ്റി രൂപീകരിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വലിയങ്ങാടിയിൽ അപകടമുണ്ടായ കെട്ടിടമടക്കം നിരവധി കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ അപകടാവസ്ഥയിലാണെന്നും ഇതേക്കുറിച്ച് കഴിഞ്ഞ ഭരണസമിതിക്കും ഇപ്പോഴത്തെ ഭരണസമിതിക്കും അറിയിപ്പ് കൊടുത്തിരുന്നുവെങ്കിലും കോർപ്പറേഷനും CPM-ഉം അത് ചെവിക്കൊണ്ടില്ലെന്നും ശിവസേന കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പേരൂർ ഹരിനാരായണൻ പറഞ്ഞു. അപകടം നിലനിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഇന്ന് കോഴിക്കോടുണ്ട്. ഇതിനു മുന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതിക്കും ഇപ്പോൾ നിലവിലുള്ള കോർപ്പറേഷനും ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് പറഞ്ഞതാണ്. എന്നാൽ കോർപ്പറേഷന്റെ ധിക്കാരം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെ അഹങ്കാരം മൂലമാണ് ഈ ഒരു അപകടം നടന്നത്. ഒയാസിസ് കോമ്പൗണ്ടിൽ നിരവധി കെട്ടിടങ്ങളാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. കാലിക്കറ്റ് ട്രേഡ് സെന്റർ അടക്കം നിരവധി വലിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. ഇവയെക്കുറിച്ചെല്ലാം പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സർവകക്ഷി യോഗം വിളിച്ച് ഇതിനായി ഒരു സർവകക്ഷി കമ്മിറ്റി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കോഴിക്കോട് ഒയാസിസ് ബിൽഡിംഗ്, അതിനുള്ളില് നിരവധി കടകൾക്ക്, അതായത് ഒരു 50ഓളം കടകൾക്ക് പോലും അനുമതിയില്ല, ലൈസൻസും ഇല്ല. അതിന്റെ മുഴുവൻ പേപ്പറുകളാണ് ഈ കാണുന്നത്. മുൻ സെക്രട്ടറി ആയിരുന്ന KU ബിനി ആവുന്നത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പിടിവിടാതെ അവർക്ക് പുറകെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ 28 കടകൾ ലൈസൻസ് ഇല്ലാതെ, കച്ചവട ലൈസൻസ് ഇല്ലാതെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 150 കടകളുള്ള ഒയാസിസ് കോമ്പൗണ്ടിൽ 130 കടകളിലും അനധികൃത നിർമ്മാണമാണ് എന്ന് കോർപ്പറേഷനിൽ അറിയിച്ചിട്ട് അതിൻ്റെതായ രേഖകൾ ലഭിച്ചിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ ജിതേന്ദ്രൻ പന്തീരാങ്കാവ്, ബീന എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വന്ദേ മാതരം മുഴുവൻ ചൊല്ലിക്കുന്ന മോദി സർക്കാരിന്റെ ഹിന്ദു ദേശീയതയെ ഉണർത്തുന്ന ശ്രമങ്ങളെ ഡോക്ടർ സുകുമാർ അഴീക്കോട് ശക്തമായി എതിർത്തേനെ എന്ന് ഡോക്ടർ MN കാരശ്ശേരി. അഴീക്കോട് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു കാരശ്ശേരി. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ കോഴിക്കോട്ട് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വാഗ്ഭടാനന്ദനെയും ഗാന്ധിജിയെയും ശ്രീനാരായണഗുരുവിനെയും അരബിന്ദോയെയും നെഹ്റുജിയെയും എല്ലാം അഴീക്കോടിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ സന്നിവേശിപ്പിച്ച് അതിനെ സ്വായത്തമാക്കി വെറും പ്രസംഗത്തിന് ഉദ്ധരിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആ വഴിക്കാണ് പോയതെന്ന് സൂക്ഷ്മമായ വിശകലനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. AKB നായരിൽ നിന്നും അഴീക്കോട് സ്മാരക പുരസ്കാരം MN കാരശ്ശേരി ഏറ്റുവാങ്ങി. ഡോക്ടർ K മൊയ്തു പ്രശസ്തി പത്രം സമ്മാനിച്ചു. മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട സുകുമാർ അഴീക്കോട് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുണ്ടായ വന്ദേ മാതരത്തിന്റെ ചരിത്രവും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിന്റെ 2 ശ്ലോകങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നും വിശദീകരിക്കുമായിരുന്നുവെന്ന് MN കാരശ്ശേരി പറഞ്ഞു. അഴീക്കോട് മാഷാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം 3 ഭാഷയിൽ ശരിക്കും പണ്ഡിതനായിരുന്നു. മലയാളം,
സംസ്കൃതം, ഇംഗ്ലീഷ്. മലയാളത്തിലും സംസ്കൃതത്തിലും അദ്ദേഹത്തിന് MA ഉണ്ട്. അദ്ദേഹം BCom, BT, MA, PhD ആണ്. അദ്ദേഹത്തിൻ്റെ പഠന മേഖല 3 ആയിരുന്നു: സാഹിത്യം, രാഷ്ട്രീയം, തത്വചിന്ത. അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര മാധ്യമങ്ങൾ 3 ആയിരുന്നു: അധ്യാപനം, പ്രഭാഷണം, എഴുത്ത്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഇതൊക്കെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലേഖനം അടിച്ചു വരുന്നത് 18ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുപ്രഭാഷണം എന്ന് പറയുന്നത് 18ാമത്തെ വയസ്സിലാണ്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ AKB നായർ അധ്യക്ഷത വഹിച്ചു. P. ഗംഗാധരൻ നായർ, ഫാദർ സുനിൽ ജോസ്, ആറ്റക്കോയ പള്ളിക്കണ്ടി, A. ജയതിലകൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയും റോട്ടറി ചെന്നൈ ആങ്കറേജും സംയുക്തമായി ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് 6 ഡയാലിസിസ് മെഷീനുകൾ കൈമാറി. ചെന്നൈ റോട്ടറി ക്ലബ്ബ് മുൻ ഗവർണർ ജെ ശ്രീധറിൽ നിന്നും VKC മുഹമ്മദ് കോയ മെഷീനുകൾ ഏറ്റുവാങ്ങി. നിരവധി നിർധന രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഡയാലിസിസ് ആൻഡ് മെഡിക്കൽ സെന്റർ. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയും റോട്ടറി ചെന്നൈ ആങ്കറേജും സംയുക്തമായാണ് ട്രസ്റ്റിന് 6 ഡയാലിസിസ് മെഷീനുകൾ കൈമാറിയത്. നല്ലളം BMDM ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെന്നൈ റോട്ടറി ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജെ ശ്രീധറിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ ഏറ്റുവാങ്ങി. And this is only just a beginning. Our interest is to keep the economic life of every dialysis undergoing patient to be kept like every one of us, and to have a very meaningful and happy life for them. And I'm sure it is going to be helpful for all the patients who are coming up, and it is just a beginning. We will continue to work in Calicut area continuously for the benefit of the chronic kidney disease patients. ചടങ്ങിൽ റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് PS സിറാജ് പ്രീതി അധ്യക്ഷനായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരുപാട് രോഗികൾക്ക് ആശ്വാസമേകുന്ന ഈ പദ്ധതി ചെന്നൈ റോട്ടറി ക്ലബ്ബും കാലിക്കറ്റ് സൈബർ സിറ്റിയുമായി സംയുക്തമായി നടത്തുന്ന ഈ പരിപാടി വളരെ മനോഹരമായ രീതിയിൽ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജീവൻ രക്ഷപ്പെടുത്തുന്നതിലുപരി അവരെ പ്രതീക്ഷക്കൊത്ത് ജീവിക്കുവാനും അവർക്ക് സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിനീത വെങ്കിടേഷ്, ഡോക്ടർ രാജേഷ് സുഭാഷ്, ഡോക്ടർ സേതു ശിവശങ്കർ, സക്കീർ ഹുസൈൻ, സന്നാഫ് പാലക്കണ്ടി, അബ്ദുൾ ജലീൽ ഇടത്തിൽ, CS സവീഷ്, സലാം ബാവ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. മലപ്പുറം ജില്ലയിൽ തന്നെ പ്രശസ്തമായ നിലമ്പൂർ വയലാശ്ശേരി പൂരം 2026 മാർച്ച് 4 ബുധനാഴ്ച കുറുത്തിക്കോട്ടയിൽ ശ്രീ കാളിമുത്തപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം. 2026 ഫെബ്രുവരി 25 ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി 26 മാർച്ച് 3 മാർച്ച് 4 ആറാട്ടോടുകൂടി അവസാനിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാർച്ച് 3 മൂലസ്ഥാനത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിവേട്ട എഴുന്നള്ളത്ത്. മാർച്ച് 4 പൊങ്കാല, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കുടവരവ്. പകൽപൂരം, പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സ്. പ്രശസ്ത നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടി നയിക്കുന്ന ഉറവ് 2026 നാടൻപാട്ട്. മുളയങ്കാവ് അരവിന്ദ് ആൻഡ് പാർട്ടി നയിക്കുന്ന തായമ്പക. ആറാട്ട്, ഗുരുതിയാട്ടം തുടങ്ങി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും സാന്നിധ്യവും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾക്കെതിരെ ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി ധർണ നടത്തി.
കോഴിക്കോട് BSNL ഓഫീസിന് മുന്നിലാണ് മാർച്ചും ധർണയും നടന്നത്. കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിന്റെ മറവിൽ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തും വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കിയും തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന നടപടികൾക്കെതിരെയാണ് ജില്ലയിലെ 14 കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. സിറ്റിയിൽ BSNL ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി N. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ഇനി എത്ര കാലം തൊഴിലാളിക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ഈ സമരം ഉടലെടുത്തിട്ടുള്ളത്. 1990 മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ആഗോളവൽക്കരണ കാലം മുതൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് നേരെ കേന്ദ്രം ഭരിക്കുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകള് വിവിധ തരം നിയമങ്ങള് കരിനിയമങ്ങളുടെ രൂപത്തിൽ അടിച്ചേൽപ്പിച്ച് തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് റോഡ് സുരക്ഷാ നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയാണ് കരിനിയമങ്ങള് തൊഴിലാളിക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് 5 കേസുള്ള ഒരു ഓട്ടോ ടാക്സി തൊഴിലാളി അല്ലെങ്കിൽ മോട്ടോർ രംഗത്ത് ജോലി എടുക്കുന്ന തൊഴിലാളി 5 കേസ്, അത് പെറ്റി കേസ് മതി. 5 കേസ് ഉണ്ടെങ്കിൽ ആ തൊഴിലാളിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുക, പെർമിറ്റ് കട്ടാക്കുക വണ്ടിയുടെ. ഇവരെങ്ങോട്ട് പോകും? A. മുഷ്താഖ് അധ്യക്ഷനായിരുന്നു. ആസിഫ് അലി കണ്ണാടിക്കൽ, M. ഹജു, TV നൌഷാദ്, നിസാർ പുതിയങ്ങാടി, PP ഉമ്മർ, MA സന്തോഷ്, പ്രമോദ് മാത്ര എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതകത്തിൽ ശ്രീ ഭഗവതിക്കാവ് തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിൽ നടന്നു. വിശേഷാൽ പൂജകളും ആചാരാനുഷ്ഠാന ചടങ്ങുകളും കലംകരിയും ദേവിക്ക് അർപ്പിച്ചു. തിരുവാതിരക്കളിയും വേദിയിലെത്തി. മുതുക്കത്തിൽ ശ്രീ ഭഗവതിക്കാവിലെ തിറ താലപ്പൊലി മഹോത്സവത്തിൽ 1-ാം ദിവസം സന്ധ്യാവേലയും അന്തിവെള്ളാട്ടും നടന്നു. ടീം പൊലിക അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും വേദിയിലെത്തി. 2-ാം ദിവസം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കലശം വരവിന് ശേഷം ക്ഷേത്രത്തിൽ അന്നദാനമൊരുക്കി. വൈകിട്ട് വെള്ളാട്ടുകളും രാത്രി താലപ്പൊലിക്ക് ശേഷം തിറയാട്ടങ്ങളും നടന്നു. മൂന്നാം ദിവസം കലങ്കരിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വലിയങ്ങാടിയിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. വലിയങ്ങാടിയിലെ അപകടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വലിയങ്ങാടിയിലെ അപകടം കോർപ്പറേഷന്റെ അനാസ്ഥയെന്ന് ശിവസേന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.